അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ JCBയുടെ ഗിയർ ബോക്സ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് അഴിച്ചിറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളും ബാക്കിയൊക്കെ നമുക്ക് കാണാം. ഇത് JCBയുടെ ഗിയർ ബോക്സാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള പുറത്ത് വരുന്ന ആ ഒരു പാക്കിങ് കംപ്ലൈൻ്റ് ആയിട്ട് വെള്ളം മുഴുവനായിട്ട് അകത്തോട്ടിറങ്ങിയ ആ ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ ഗിയർ ബോക്സിനകത്ത് മുഴുവനായിട്ട് വെള്ളമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പൊളിച്ചത് തന്നെ. ഓക്കെ, ഇത് വണ്ടിയുടെ എൻജിൻ ഭാഗത്തും അതേപോലെ തന്നെ ഇത് ടയറിൻ്റെ ഭാഗത്തേക്കും പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബായ് ഇതിനെ അടിച്ചിളക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ JCBയുടെ അടിയിൽ നിന്ന് ഇത് ഊരിയെടുത്തൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതാണ് JCBയുടെ അടിഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഗിയർ ബോക്സിന് അഴിച്ച് കണ്ടില്ലേ, അത് ക്ലച്ച് വീസിലാണ്, അത് എയർ ക്ലച്ച് ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ കല്ലിൽ അടയൊക്കെ കൊടുത്തിട്ട് എൻജിനെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് ഹൗസിങ്ങിൻ്റെ ജോയിൻ്റാണ്, കണ്ടില്ലേ, ഹൗസിങ്ങിൻ്റെ ജോയിൻ്റ് പിടിച്ചില്ല, ഭയങ്കര വെയിറ്റ്. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സിൻ്റെ മേൽഭാഗം അഴിച്ചെടുത്തു. അയ്യോ, അതിനകത്ത് മൊത്തം പൊടി പോയല്ലേ, കുഴപ്പമില്ല. ഭയങ്കര വെയിറ്റാണ്, 40 കിലോയെങ്കിലും വരും. ഓക്കെ, ഇതാണ് ഗിയർ ബോക്സിൻ്റെ പല്ലുകളും കാര്യങ്ങളും. തേയ്മാനോടെ വെച്ച് നോക്കാൻ പറയാം. സെലക്ടറാ കംപ്ലൈൻറ്റ്, ഗിയർ സെലക്ടർ കംപ്ലൈൻറ്റ്. അത് ഇളക്കം പറയാൻ പറ്റും. അത് വാഷറല്ലേ, ന്യൂസ് പേപ്പർ ഉണ്ട്. ഡീസൽ വേണ്ടേ കഴുകാൻ, ഡീസൽ ചായ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ അകം, ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെലക്ടറും കംപ്ലൈൻ്റ് ആയിപ്പോയി. അതേപോലെ തന്നെ ഇതിനകത്ത് വെള്ളം ഇറങ്ങി, കണ്ടില്ലേ, വെള്ളം ഇറങ്ങി. പിന്നെ അതിൻ്റെ ചെറിയ പീസുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഗിയറും ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് രണ്ടും സെലക്ടർ റാഡ് ഉരഞ്ഞ ആ ഒരു സംഭവമാണ് ഇതായിരിക്കുന്നത്, ഈ ഓയിലിൻ്റെ കൂടെ മിക്സായിട്ടുള്ള, കണ്ടില്ലേ. ഇത് സെലക്ടർ ഉരഞ്ഞിട്ടുള്ള വേസ്റ്റാണ്, സ്വർണത്തിൻ്റെ കളറിൽ ഇതാ കിടക്കുന്നുണ്ടോ. സെലക്ടർ ഈ സെലക്ടർ ഉരഞ്ഞിട്ടുള്ള, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ബോക്സ് ഇറക്കി. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ. ഗിയറെല്ലാം അഴിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചളക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ മുഴുവനായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്.